ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ലോട്ടസ് 365 എന്ന വെബ്സൈറ്റിനെ പറ്റിയാണ്. 2015 ഇന്ത്യയിലുള്ള ഏക ഗെയിമിംഗ് ആപ്ലിക്കേഷനാണ് ലോട്ടസ് 365. ഇതിൻ്റെ അംബാസിഡേഴ്സാണ് കാജൽ അഗർവാൾ, കീർത്തി കർബാന്ത, നവാസുദ്ദീൻ സിദ്ദിഖ്. ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ 1000-ലധികം നിങ്ങൾക്ക് ഗെയിമുകൾ കളിച്ച് നിന്ന് പൈസ ഉണ്ടാക്കാവുന്നതാണ്. ക്രിക്കറ്റിൽ ആര് ജയിക്കുന്നു, ഫുട്ബോളിൽ ആര് സ്കോർ ചെയ്യുന്നു എന്നിവ പ്രൊഡിക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിന്ന് പൈസ ഏൺ ചെയ്യാവുന്നതാണ്. വിൻ ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടുകളിലോട്ട് മാറ്റാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ലൈവ് മാച്ചസ് നിങ്ങൾക്ക് ലോട്ടസ് 365 കാണാവുന്നതുമാണ്. വളരെയധികം ഓഫറുകളും പ്രൊമോഷനും നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 24/7 കസ്റ്റമർ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യൂ. അതോടൊപ്പം നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്ന ഒരു സാംസങ് S22 അൾട്ര, അല്ലെങ്കിൽ ഒരു iPhone 13, അല്ലെങ്കിൽ ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യാം. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഹലോ. എടി, നീ വീട്ടിലെത്തിയോ? ഇല്ലടി, വൈകിട്ട് എത്തത്തുള്ളൂ. അതെന്താ? അത് എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും? നീ അവനോടൊന്ന് സംസാരിക്കേ. എനിക്ക് തോന്നുന്നത് അവനും ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന്. അവൻ കഴിഞ്ഞെല്ലാം മറക്കും. എടി, നീ നിന്റെ കാര്യം ഒന്ന് തുറന്നു പറ. കീർത്തി, നീ വിഷമിക്കാതെ. ദേ, മറ്റാരെക്കാളും അവന് നിന്നെ മനസ്സിലാവും. എടി, കാർത്തിക് എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് നീ ഒന്ന് വിളി. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ചേട്ടാ, എത്ര നേരം എടുക്കും? മേഡം, ഒരു 15 മിനിറ്റ്. വന്നിട്ട് കുറേ നേരമായോ? ഇല്ല, കുറച്ചു നേരമേ ഉള്ളൂ. സോറിടാ, വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതൊന്നും സാരമില്ല, നിനക്കറിയാലോ വെയിറ്റ് ചെയ്യാനൊരു മടി ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ. അതെന്താ ബാഗ് വീട്ടിലോട്ടൊന്നും പോയില്ലേ? ഇല്ല, നേരെ ഇങ്ങോട്ടാ വന്നേ.
അല്ല, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? അറിയില്ല, എനിക്ക് ഒരുപാട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ, നിൻ്റെ ട്രെയിനിങ് ഒക്കെ എവിടം വരെ? കുഴപ്പമില്ല, എന്തോ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ജോലി കിട്ടിയതൊക്കെ അറിഞ്ഞായിരുന്നു. എങ്ങനെയുണ്ട്? ഡാ, നീ ഓക്കെ അല്ലേ? ശരിക്കും പറഞ്ഞാലേ നമ്മളെയൊക്കെ പലപ്പോഴും പെടുത്തി കളയുന്നത് നമ്മുടെ കുറേ ഓർമ്മകളാണ്. എനിക്ക് കുറച്ചൊക്കെ ഒന്ന് എൻഗേജഡ് ആണെന്ന് തോന്നി. 8 മാസം കൊണ്ട് നീ ഒരുപാടങ്ങ് മാറിപ്പോയി. അവിടുത്തെ ലൈഫ് സ്റ്റൈലിനായിരിക്കും അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് നിൻ്റെ പഴയ ലുക്കായിരുന്നു അടിപൊളി. നിന്നെ കാണാൻ ഭയങ്കര രസമായിരുന്നു. മനുഷ്യരല്ലേ, എപ്പോഴും ഒരേപോലെ ഇരുന്ന എങ്ങനെയല്ലേ ശരിയാവുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഞാൻ കുറച്ച് നാളെ പരിധിക്ക് പുറത്തായിരുന്നു. പിന്നെ വേറൊരുത്തൻ്റെ പെണ്ണ് എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പറ്റിപ്പോയതാടാ. നിന്നെ ഓർക്കാത്തൊരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവനെന്നല്ല, മറ്റാർക്കും എൻ്റെ ജീവിതത്തിൽ നിനക്ക് പകരാവാൻ പറ്റത്തില്ല. അതവന് മനസ്സിലായപ്പോൾ അവൻ പോയി. നിനക്ക് മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ നീ പറഞ്ഞ ആ ഓർമ്മകളിൽ ഞാനിപ്പോഴും ഇല്ലെന്ന്? നിനക്കൊരു കാര്യം അറിയോ? എനിക്കിപ്പോഴും അറിയത്തില്ല നീ എന്തിനാ എന്നെ ഇട്ടിട്ട് പോയെന്ന്. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. നീ എൻ്റെ എല്ലാം അങ്ങോട്ട് ഉൾക്കൊള്ളാനേ ഒട്ടും പറ്റുകയില്ലായിരുന്നു. എത്ര ഓർക്കണ്ടെന്ന് വെച്ചാലുവേ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ എല്ലാം കൂടി ഇടിഞ്ഞു തള്ളി ഇങ്ങോട്ട് വരും. അതിലൊട്ടും സഹിക്കാൻ പറ്റാത്ത നീ ഒരുപാട് ഇഷ്ടത്തോടെ പണ്ട് പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. കേൾക്കുമ്പോൾ ഭയങ്കര സാധാരണമായിട്ട് തോന്നുമെങ്കിലേ അത് അനുഭവിച്ചവർക്ക് അറിയത്തുള്ളൂ. ഒട്ടും പറ്റുകയല്ലേ. നീ സെറ്റല്ലേ? ഡാ, നീ ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു സന്തോഷവും ഇപ്പം എൻ്റെ ജീവിതത്തിലില്ല. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ. ഇപ്പോഴും കൊതിക്കും നിന്റെ കൈ പിടിച്ചൊന്ന് നടക്കാൻ. ദേ, ഒത്തിരി ഓവറാക്കല്ലേ. എനിക്കിപ്പം നീ ഇല്ലെങ്കിലും പറ്റും, മനസ്സിലായോ? പിന്നെ നമ്മളെ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യമില്ലെന്ന് തന്നെയാണ്. അതിന്ന് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വരെ വന്നത്. ചോദിക്കാൻ എനിക്കൊരു അർഹതയില്ലെന്നറിയാം. എന്നാലും കഴിഞ്ഞതൊക്കെ മറന്ന് എനിക്കൊരു ചാൻസ് കൂടെ തന്നൂടെ? എനിക്കിപ്പോഴും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും നിന്നെ മറക്കാനോ വെറുക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷെ എനിക്ക് പേടിയാണ്. ദേ, ഇങ്ങനെ ഒരുപാട് ദൂരം കൂടെ നടന്നിട്ടേ പിന്നെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയങ്കര പാടാ. പോവല്ലേ? നീ പോയപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഇപ്പം അതാ ഏറ്റവും ശരിയായിട്ടുള്ള വഴി.
നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? കണ്ടോമാരെ വിളിച്ചിട്ട് എന്റെ മുന്നിൽ നിനക്കെന്താ നീ ഇതിനെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നേ? നമ്മുടെ കാര്യത്തിൽ